UDF സർക്കാർ അധികാരത്തിലെത്തി 3 മാസം തികയുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണെന്ന് മുൻ MLA ആന്റണി ജോൺ ആരോപിച്ചു. LDF കോതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ അധികാരത്തിലെത്തി 3 മാസം തികയുമ്പോഴേക്കും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണെന്ന് മുൻ MLA ആന്റണി ജോൺ ആരോപിച്ചു. LDF സർക്കാർ 2026-27 ബഡ്ജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി തുകയായി 11,189 കോടി രൂപ വകയിരുത്തിയ സ്ഥാനത്ത് പുതിയ UDF സർക്കാർ അത് 8,655 കോടി രൂപയായി വെട്ടിക്കുറച്ചെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1,534 കോടി രൂപയുടെ കുറവാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ 1.5 ലക്ഷത്തോളം പദ്ധതികളുടെ നിർവഹണം നിലച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും ഇതോടെ വലിയ പ്രതിസന്ധിയിലായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച VD സതീശൻ സർക്കാരിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയും കോതമംഗലം നഗരസഭയിലെ ഭരണസ്തംഭനത്തിനെതിരെയും പ്രതിഷേധിച്ച് LDF നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 102 സീറ്റ് നേടി അധികാരത്തിൽ വന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF ഗവൺമെന്റ്, ആ UDF ഗവൺമെന്റ് അധികാരമേറ്റ് 3 മാസം എത്തുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന, ഏറ്റവും അധികം ബന്ധപ്പെട്ടു പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കണക്കുകൾ നിരത്തിയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 1,553 കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ സാമ്പത്തിക വർഷം 4 മാസക്കാലം പിന്നിടുകയാണ്. ആദ്യ ഗഡു ഏതാണ്ട് 3,000 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടതാണ്, അത് നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ആ സാഹചര്യം കൂടി നിൽക്കുന്നു. അതിന് കൂടിയാണ് 1ാം ഗഡു ഇപ്പൊ 3,000 കോടി നൽകാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ നൽകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ എന്താ, ഇപ്പൊ നാടിനകത്തുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയ വർക്കുകൾക്ക് പോലും അതിന് ബില്ല് കൊടുക്കാൻ, കരാറുകാർക്ക് ബില്ല് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രതിഷേധ ധർണയിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CPS ബാലൻ, PP മൊയ്തീൻ ഷാ, ജോണി കുര്യപ്പ്, പോൾ മുണ്ടയ്ക്കൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സുധാ പത്മജൻ, KN ഔഷാദ്, സാജൻ അമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് മലയാളം, കോതമംഗലം.